ഇപ്പോഴത്തെ തിരക്കിനെ കുറിച്ച് എന്തെല്ലാം പറയുന്നത്? തിരക്കിലായിരുന്നു. ഈ കുറച്ച് തമിഴ് പടം, തെലുങ്ക് പടം, കന്നഡ, അങ്ങനെ കുറച്ച് പടങ്ങളുമായിട്ട് തിരക്കായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇവിടെ എനിക്ക് സ്റ്റുഡിയോ ഉണ്ട്, ലാൽ മീഡിയ എന്ന് പറഞ്ഞ സ്റ്റുഡിയോ ഉണ്ട്. ഇപ്പോൾ DLS എന്ന് പറഞ്ഞൊരു മിക്സിംഗ് സ്റ്റുഡിയോ തുടങ്ങിയിട്ടുണ്ട്, DTS മിക്സിംഗ് സ്റ്റുഡിയോ. പിന്നെ ലാൽ ക്രിയേഷൻ്റെ ഓഫീസ്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ മൊത്തം കുഴഞ്ഞു വിട്ടു വന്നപ്പോൾ. അങ്ങോട്ട് പോകുമ്പോഴേക്കും പ്രൊഡക്ഷൻ നിന്നു, നമുക്ക് അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാണ്ടായി. അപ്പോൾ പിന്നെ ഞാൻ തൽക്കാലത്തേക്ക് ഒരു 2 മാസത്തേക്ക് ബ്രേക്ക് ചെയ്തിട്ട് തിരിച്ച് കൊച്ചിയിലേക്ക് ഓഫീസൊക്കെ ആയിട്ട് തന്നെ തിരിച്ചു വന്നു. അതും വേറെ തിരക്കാണല്ലേ, പക്ഷെ സുഖമുള്ള തിരക്കല്ലേ, ടെൻഷൻ അധികം ഉണ്ടാവില്ല. അല്ല, സുഖം ശരിക്കും അഭിനയിക്കാൻ പോയിട്ടുള്ള തിരക്കാണ്. ആ തിരക്കിലെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അവിടെ ശരിക്കും ഷൂട്ടിംഗ് സമയത്ത് അതാണ് തിരക്കുള്ള സമയം എന്ന് എല്ലാവരും പറയുന്നത്. പക്ഷെ ഷൂട്ടിംഗ് ഉള്ള സമയത്ത് ശരിക്കും നമുക്ക് പ്രത്യേകിച്ച് തിരക്കില്ല. അത് കഴിഞ്ഞിട്ട് ഫ്രീ എന്ന് പറയുന്ന സമയത്താണ് നമുക്ക് ഏറ്റവും കല്യാണം മുതൽ എല്ലാ കാര്യം. ദൂരെയുള്ളൊരു ബന്ധുവിൻ്റെ ഒരു കല്യാണമെങ്കിൽ പോലും നമ്മൾ ചെന്നില്ലെങ്കിൽ മോശം കുഴപ്പമില്ലായിരുന്നു. പക്ഷെ സാധാരണ നിലയിൽ ഒരാൾ നടനായ ശേഷമാണ് സംവിധായക രംഗത്തേക്ക് പോവുക. താങ്കൾ നേരെ തിരിച്ചായിരുന്നു, ഒരു ഓപ്പോസിറ്റ് ട്രെൻഡായിരുന്നു അല്ലേ? ഈ ആദ്യം സംവിധായകനാവുക, പിന്നെ പ്രൊഡ്യൂസറാവുക, പിന്നെ നടനാവുക എന്നുള്ള. നടനായെന്ന് പറഞ്ഞാൽ സിനിമയിൽ നടനായില്ല എന്ന് മാത്രമേ ഉള്ളൂ. ശരിക്ക് ഞങ്ങൾ ഈ മ്യൂസിക് പരേഡ് എന്ന് പറയുന്ന ട്രൂപ്പൊക്കെ ആയിട്ട് നടക്കുന്ന സമയത്ത് അഭിനയവും കാര്യങ്ങളൊക്കെ ഉണ്ടായ നാടകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സിനിമയിലേക്ക് ഫസ്റ്റ് കണ്ടസ്റ്റൻസ് ആയിട്ട് ഞാൻ സിദ്ദിഖും ജോയിൻ ചെയ്തതിന് ശേഷം ഒരുപാട് പടങ്ങളെ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്തു. പക്ഷെ ആ ഒരു പടത്തിൽ പോലും ഞങ്ങൾ ഒരു ചെറിയ വേഷം പോലും ചെയ്തിട്ടില്ല. പാച്ചിക്ക് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും സിദ്ദിഖ് നിവൃത്തികേട് കൊണ്ടിട്ട് ഒരാളില്ലാത്തൊരവസ്ഥയിൽ നോക്കത്ത ദൂരത്തിലൊരു വഴിയിൽ നിന്നിട്ട് പത്മിനി ചേച്ചിയെ കളിയാക്കി തോന്നുന്നൊരു വേഷത്തിൽ അഭിനയിച്ചു. അപ്പോൾ പോലും ഞാൻ ആ ഏരിയയിലേക്ക് പോയിട്ടില്ല. ഒന്ന് നമ്മുടെ രൂപവും കാര്യങ്ങളൊന്നും അതിന് പറ്റിയതല്ല എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. ആ തോന്നലിപ്പോൾ മാറിയില്ലേ? ആ തോന്നൽ മാറിയതല്ല, ശരിക്കും പറഞ്ഞാൽ ജയരാജിന്റെ മിടുക്കാണ്. ജയരാജിന്റെ മിടുക്കോ നമ്മുടെ പ്രേക്ഷകരുടെ ഗതികേടോ എന്നറിയാൻ പാടില്ല. പുള്ളിയാണ് നിർബന്ധിച്ച് കൊണ്ടുപോയിട്ട് ഈ കളിയാട്ടം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിപ്പിക്കുന്നത്. അത് അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ തോന്നിയേ. അപ്പം അന്ന് ഞാൻ മനോരമയിലൊക്കെ വലിയ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു, ആദ്യത്തെ അവസാനത്തെ പടം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ റിസൾട്ട് കണ്ടപ്പോൾ മൊത്തത്തിൽ ആളുകൾ പറയുന്നത് എനിക്കും തോന്നി തിരക്കേടില്ല, കുഴപ്പമില്ല, ഇയാൾക്ക് പറ്റും എന്നുള്ള തോന്നൽ വന്നപ്പോഴാണ് എന്താ പിന്നെ കണ്ടിന്യൂ നല്ല സുഖമുള്ള പണിയാണ്. ഞാൻ തിരിച്ച് സംവിധാനത്തിലേക്ക് തന്നെ പോട്ടെ. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സംവിധാനം ചെയ്യുന്ന ഒരു പടമായിരുന്നു രാംജി സ്പീക്കിംഗ്. ആ ഒരു രണ്ടുപേരും ഒരുമിച്ച് തന്നെ ചെയ്യണം എന്നുള്ളൊരു ഡിസിഷനിൽ വരാൻ എന്തായിരുന്നു കാരണം? അത് ഒന്ന് ഞങ്ങൾ നെയ്ബേഴ്സ് ആയിരുന്നു പണ്ട് മുതൽ. ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു. ഈ ഞങ്ങൾ ഒരുമിച്ച് ആദ്യം മിമിക്രി പ്രോഗ്രാമിന് ഈ അമ്പലപ്പറമ്പുകളിലൊക്കെ ഞാൻ സിദ്ദിഖുമായിട്ട് ഒരുമിച്ച് പോകുമായിരുന്നു. അങ്ങനെ വന്നതാണ് കലാഭവനിൽ മ്യൂസിക് പരേഡ് എന്നുള്ള പരിപാടി പ്ലാൻ ചെയ്യുന്നത്. ഈ 6 ആർട്ടിസ്റ്റുകൾ കൂടി ഒരു മുഴുനീള ഹാസ്യ പരിപാടി എന്നുള്ള രീതിയിൽ. അതിന്റെ ഫുൾ സ്ക്രിപ്റ്റ് എഴുതുന്നത് ഞാൻ സിദ്ദിഖും ചേർന്നിട്ടാണ് ഇരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു സുഖവും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്തൊക്കെ ചില ഈ എന്താ പറയുക ചെറിയ സ്കിറ്റുകൾ തന്നെ കുറച്ചും കൂടി വേണമെങ്കിൽ ഒരു ഇപ്പോൾ ടി വിയിലൊക്കെ വരുന്ന എപ്പിസോഡുകൾ പോലെ ചെയ്യാവുന്ന ചില സംഭവങ്ങളൊക്കെ ഞങ്ങൾ പറയുമായിരുന്നു. അങ്ങനെ ആലപ്പുഴയിൽ ഒരു പരിപാടിക്ക് ഫാസിൽ സാർ വന്നിരുന്നു. ഫാസിൽ സാർ വന്നിരുന്നു മമ്മൂട്ടി കൂട്ടിക്കൊണ്ടുവന്നതാണ്. മമ്മൂട്ടി ഞങ്ങളുടെ വലിയൊരു ഫാനായിരുന്നു. പുള്ളി ഞങ്ങളുടെ എനിക്ക് തോന്നുന്നൊരു 10 പ്രോഗ്രാമിലും കണ്ടിട്ടുണ്ട്. പുള്ളിയുടെ ഒരു റേഞ്ചിലുള്ളൊരു 10-60 കിലോമീറ്ററിനടുത്ത് പ്രോഗ്രാം ഉണ്ടെങ്കിൽ പുള്ളി അവിടെ നിന്ന് വണ്ടി ഓടിച്ച് വന്നിട്ട് പ്രോഗ്രാം കാണുമായിരുന്നു. ഞങ്ങൾ ആദ്യത്തെ പ്രോഗ്രാമിനും പുള്ളി ഉണ്ടായിരുന്നു കാണാൻ. ഫാസ്റ്റ് സാറിന് പുള്ളിയെ നിർബന്ധിച്ച് കൊണ്ടുവരുന്നത് ഈ ഒരു പ്രോഗ്രാം കാണണം. അപ്പോൾ ഫാസ്റ്റ് സാറും പണ്ട് മിമിക്രിക്കാരനൊക്കെ ആയതുകൊണ്ട് നിങ്ങളത് കണ്ടിരിക്കണം എന്നുകൊണ്ട് കൊണ്ടുവന്ന് കാണിച്ചു. അന്ന് വന്ന് ഫാസ്റ്റ് സാറിന് ഞങ്ങളൊന്ന് പരിചയപ്പെട്ടപ്പോൾ ഈ അൻസാർ എന്നുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയാണ് പറഞ്ഞത് വീട്ടിലത്തെ ഇങ്ങനെ ചില സ്ക്രിപ്റ്റൊക്കെ ഉണ്ട്, കഥയൊക്കെ ഉണ്ട്, അങ്ങനെ ഫാസ്റ്റ് സാറിന് വീട്ടിലേക്ക് വരും എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഒരു ദിവസം ഞങ്ങൾ പോയി കഥ പറയുന്നത്. അന്ന് ഞങ്ങൾ പോയി പറഞ്ഞ കഥ നാടോടിക്കാരൻ്റെ കഥയായിരുന്നു. അപ്പോൾ അന്ന് പുള്ളിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പക്ഷെ പുള്ളിയുടെ ഒരു സ്റ്റൈലില്ലാത്തതുകൊണ്ട് അത് തൽക്കാലം മാറ്റി വെച്ച് പിന്നെ ഞങ്ങൾ പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ എന്ന് പറയുന്നൊരു ആ ഒരു കഥ ഉണ്ടായിരുന്നു. അത് പറഞ്ഞു, അത് പുള്ളി എടുക്കാൻ തീരുമാനിച്ചു. പക്ഷെ ആ സമയത്ത് പുള്ളി ഒരു വേറെ പടത്തിന് തുടങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അന്ന് 2 കഥകളുണ്ടായിരുന്നു. ഒന്ന് നോക്കത്ത ദൂരത്തിൻ്റെ കഥയും പിന്നെ വേറൊരു കഥയും. അപ്പോൾ ഈ പ്രൊഡ്യൂസേഴ്സ് 5 പേര് കൂടിയിട്ട് ആ പടം എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. അപ്പോൾ പ്രൊഡ്യൂസേഴ്സിനെല്ലാം മറ്റേ കഥ എടുക്കാനായിരുന്നു താല്പര്യം. ഫാസാറിന് ഇതിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ മറ്റുള്ളവർ വിശ്വാസമില്ലായ്മയിലങ്ങനെ നിൽക്കുമ്പോഴാണ് ഞങ്ങൾ വരുന്നത്. അപ്പോൾ ഞങ്ങളെ വിളിച്ചെത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ കഥകളൊന്ന് കേൾക്ക്, എന്നിട്ട് ഏതാണ് നല്ലതെന്ന് പറയാം. അപ്പോൾ ഞങ്ങൾ കേട്ട് കഴിഞ്ഞ ഉടനെ തന്നെ പറഞ്ഞു, ഒറ്റ സംശയം വേണ്ട നോക്കത്താതെ വരുന്നത്, ഇത്രയും സ്കോപ്പുള്ള ഒരു സബ്ജക്റ്റ്. അങ്ങനെയാണ് അത്. അപ്പം മറ്റ് പ്രൊഡ്യൂസേഴ്സിന് അതിനകത്തൊരു താല്പര്യം തോന്നി. കാരണം പെട്ടെന്ന് പുതിയതായിട്ട് വന്ന ആളുകൾ കേട്ട് അഭിപ്രായം പറഞ്ഞു. അങ്ങനെയാണ് ആ പടം എടുക്കുന്നത്. അപ്പോൾ സാർ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ അത് അങ്ങനെ വന്നു. ഇപ്പോൾ ഒരുമിച്ച് തന്നെ അന്ന് പോലും ഉണ്ട്. ഞങ്ങളുടെ പേര് എഴുതിയിരുന്നത് അന്ന് അസോസിയേറ്റ് ഡയറക്ടേഴ്സ് നമ്മുടെ സിദ്ദിഖ് ലാൽ എന്നുകൊണ്ടാണ് ഫാസാർ എഴുതിയിരുന്നത്. പിന്നെ ഒരിക്കലും ഫാസാർ വിളിച്ചിട്ട് പറഞ്ഞ് അടുത്ത ഓണത്തിന് ഇറങ്ങുന്ന ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചിത്രം ഡയറക്റ്റ് ചെയ്യുന്നത് സിദ്ദിഖ് ലാലും ചേർന്നിട്ടാണ്. അത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു.
പക്ഷെ അന്ന് പുള്ളി അത് പറഞ്ഞതിന് ശേഷം 3 ഓണം കഴിഞ്ഞിട്ട് ഞങ്ങൾ പടം ചെയ്തത്. കാരണം എല്ലാ സാർ ചോദിച്ചുകൊണ്ടിരിക്കും, ഞങ്ങൾ പറഞ്ഞില്ല റെഡി ആയിട്ട് കാരണം ഒരു ലോഞ്ച് ചെയ്യുന്നത് ഒരു നല്ല അത്ര പെർഫെക്റ്റ് ആയിരിക്കണം നിർബന്ധം ഉണ്ടായിരുന്നു. ലോഞ്ച് ചെയ്യുന്ന മാത്രമല്ല അതിന് ശേഷം ഞങ്ങൾ നിർബന്ധം പിടിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ 5 പടങ്ങൾ ചെയ്യുന്നത് 7 വർഷം കൊണ്ടിട്ടാണ്. ഈ രണ്ടുപേരും കൂടി ഒരു സിനിമ സംവിധാനം ചെയ്തതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എന്താ? അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒന്ന്, രണ്ടും ഇപ്പോൾ മറ്റൊരാൾക്ക് ഇപ്പോൾ ഞാൻ ഒരു സിനിമ എടുത്തിട്ട് ഇതെങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ പ്രിവ്യൂ, നിങ്ങളൊക്കെ പ്രിവ്യൂ ഷോസ് കാണാൻ വേണ്ടി പോകും. അതിന് അഭിപ്രായം പറയുന്നത് എല്ലാവരും വന്നിട്ട് അഭിപ്രായങ്ങൾ പറയും. പക്ഷെ ആ അഭിപ്രായങ്ങൾ പറയുന്നത് ഒരു വേദനിപ്പിക്കാതെ പറയുന്ന, സുഖിപ്പിച്ച് പറയുന്ന ഒരു അഭിപ്രായമായിരുന്നു. അല്ലാതെ ഒരു ആത്മാർത്ഥമായിട്ട് അഭിപ്രായം പറയണമെങ്കിൽ അത് അഫക്റ്റഡ് ആകുന്ന ആൾ തന്നെയായിരിക്കും. അപ്പോൾ ഈ 2 പേരാകുമ്പോൾ ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നതിന് എൻ്റെ പ്രോജക്റ്റ് എന്ന് പറയുന്നതും അയാളുടെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഒരു താല്പര്യം കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്താൻ പറ്റും. പിന്നെ ഷൂട്ടിംഗ് സമയത്ത് തന്നെ നമ്മൾ കാണുന്നത് 2 കണ്ണുകൾ കണ്ടിരുന്ന സ്ഥലത്ത് 4 കണ്ണുകൾ കാണാം, അല്ലെങ്കിൽ 2 ബ്രെയിൻ വർക്ക് ചെയ്യാന്ന് പറയുന്നത് അതിൻ്റെ റിസൾട്ട് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതിന്ന് പിന്നെ 5ാമത്തെ പഠനം ചെയ്യുമ്പോൾ താങ്കൾ പ്രൊഡക്ഷനിലേക്ക് മാറാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഹിറ്റ്ലറാണ് ആദ്യമായിട്ട് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ പെട്ടെന്ന് സംവിധാനത്തെ പിന്നീട് പ്രൊഡ്യൂസറിലെ ഇല്ല, ഒന്ന് ഞങ്ങൾ സംവിധാനം ചെയ്തിരുന്ന സമയത്ത് പോലും ഈ പ്രൊഡക്ഷൻ സൈഡിലുള്ള എല്ലാ കാര്യങ്ങളും നോക്കുമായിരുന്നു. അതിന് നാളെ ഷൂട്ടിംഗ് നടക്കേണ്ട വിവരങ്ങൾ, അത് രാത്രി പോയി കിടന്നാൽ തന്നെ പിന്നെയും ഞങ്ങൾ എഴുന്നേറ്റ് വന്നിട്ട് മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമായിരുന്നു. അപ്പോൾ അത് പലതും പ്രൊഡ്യൂസർ ചെയ്യേണ്ടത്. ചിലപ്പോൾ ഒരു റൂം, ഒരു ഫൈറ്റ് മാസ്റ്ററും പാർട്ടിയും രാത്രി വരുന്നുണ്ടെങ്കിൽ അവർക്ക് റൂം എന്നുള്ള പറയുന്ന കാര്യം പോലെ ഞങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പ്രൊഡക്ഷൻ സൈഡിൽ ഞങ്ങൾ പടം ചെയ്യുമ്പോൾ മിക്കവാറും പ്രൊഡ്യൂസറിന് ജോലി കുറവാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്രയും ഞങ്ങൾ ആ സൈഡും വർക്ക് ചെയ്യുമായിരുന്നു. കാരണം അതും കൂടി ചേരുന്ന ഒരു പ്രൊഡ്യൂസർക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരു പടത്തിൽ ചെയ്യാൻ പറ്റും എന്നിപ്പോഴും വിശ്വസിക്കുന്ന ആളാണ്.